ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ അന്തിപ്പാതിരാക്ക് പോണത് എങ്ങടാന്ന് വെച്ചാൽ സൈക്കിൾ കടയിലേക്കാണ് കേട്ടോ പോണത്. കുറേ ദിവസമായിട്ടോ കുട്ടികൾക്ക് സൈക്കിൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് അതിനായിട്ടൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അന്തിപ്പാതിരാക്കാട്ടോ അതിനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരുവിധം എല്ലാ കുട്ടികളുടെ കയ്യിലും സൈക്കിൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മച്ചു ആണെങ്കിലും മൂനും ആണെങ്കിലും രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള കരച്ചിലുണ്ടായാലുണ്ട്. വേറൊരാളേന് പിടിച്ച് വലിയും തല്ലൂടലൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുപാട് കറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മച്ചുവിൻ്റെ വലിപ്പത്തിനും വേണമല്ലോ. മച്ചു ചെറുതായത് കാരണം അവനൊരു കറക്റ്റ് സൈക്കിൾ എവിടുന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ കറങ്ങിയിട്ട് അവസാനം മോനുവിന് ഇവിടെ ഫസ്റ്റ് സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഒരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഷോപ്പിൽ തന്നെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ ഒരുപാട് നോക്കി. മച്ചുവിൻ്റെ കറക്റ്റിനുള്ള സൈക്കിൾ എവിടുന്നും ഇല്ലയെന്ന് തന്നെ കേട്ടോ പറഞ്ഞത് ഓന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ ഏതായാലും ആയി കുറച്ച് വലുതെടുക്കാം. ചെറിയ 3 ചക്രമുള്ള സൈക്കിൾ ഏതായാലും അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിനി മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനത്തെ ഒരെണ്ണം ഒരു ഉപകാരമില്ലാത്ത പോലെയോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിളാട്ടോ മേടിച്ചത്. ബ്ലൂ കളറിൽ വൈറ്റൊക്കെ കളർ വരുന്നത് മച്ചന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഓന റോസിൽ എല്ലാവരും കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഈ ഒരു ഇത് അവന് ഇരുന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഓന് പിന്നെ എന്ത് ചോദിച്ചാലും അവൻ്റെ ഒരു പ്രായത്തിൻ്റെ ഇതിനാണെങ്കിൽ ചെറുതാണെങ്കിൽ അവന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമായോ അല്ലെങ്കിൽ എനിക്കത് പറ്റിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ ഓന് ഇഷ്ടമായാൽ മാത്രമേ ആയി എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് അവർ മനസ്സിലാക്കുവേ. നമ്മൾ ഗോഡൗണിൽ പോയിട്ടാട്ടോ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നേരാക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഞെട്ടും പൂട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരാക്കി തന്നു. മച്ചുവിന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്താ ഇത് കാട്ടുന്നത്. മച്ചും കൂടെ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്യാനൊക്കെ കൂടുന്നുണ്ടായിരുന്നു. അച്ചുവിന് സൈക്കിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് മോനുവിന് സൈക്കിൾ മേടിക്കേണ്ട കേട്ടോ. അത് ഇതിലും വലിയൊരു ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ മോനുവിന് മുന്നേ സൈക്കിൾ മേടിച്ചിട്ടുണ്ടെങ്കിലും ഒരു 2 ചക്രത്തിൽ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സൈക്കിളാട്ടോ അവന് നോക്കിയത്. അവന് ചെറിയൊരു സൈക്കിൾ മീൻസ് അവൻ്റെ കാല് നിലത്തെത്തുന്ന വിധത്തിലുള്ള സൈക്കിൾ. എന്നിട്ട് പടിഞ്ഞു കഴിഞ്ഞാൽ അവന് വലുതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇവിടെ സ്കൂൾക്കൊക്കെ കുട്ടികൾ അധികം സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോണത്. അപ്പോൾ അവന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്തായാലും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇപ്പോൾ സൈക്കിളിലാണ് പോകണമെങ്കിൽ ഇപ്പോൾ അവനും പോകേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മളപ്പോൾ അവന് വലുതൊരെണ്ണം മേടിക്കുക. ഇപ്പോൾ അത് അവന് പഠിക്കാനുള്ള രീതിക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഇപ്പോൾ എനിക്കൊരു 2-3 വർഷത്തിന് ഇതന്നെ ധാരാളമായിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ മേടിക്കാൻ വിചാരിച്ചു. പിന്നെ ഇപ്പോൾ കുട്ടികൾ അധിക സമയമൊന്നും ഇപ്പോൾ സൈക്കിളിൽ ഓടിക്കും ചെയ്യുമല്ലോ. കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കൂതാവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഈ ഒരു സൈക്കിളാട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അവന് നല്ല നോക്കും കേട്ടോ. റോസ് പെൺകുട്ടികളുടെ പച്ച ആൺകുട്ടികളുടെ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ അവന്. അപ്പോൾ പിന്നെയും പച്ചമ്മക്കാട്ടോ പോയത്. അപ്പോൾ പിന്നെ ഈ മുകളിലിരിക്കുന്ന പച്ചയാണ് ഇഷ്ടമായത്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ചക്രത്തിൻ്റെ ഉള്ളിൽ വരുന്നത് ബ്ലൂ കളറും മുകളിൽ വരുന്നത് പച്ച കളറും. എന്തോ ഒരു ഡാമേജ്ഡ് ആയിട്ട് എന്തോ ഒരുങ്കൂട്ടി വെച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ സൈക്കിൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് പിന്നെയും വെച്ചു. പിന്നെയും പച്ചമ്മക്ക് തന്നെയാണ് പോയത്. പിന്നെ പച്ച എന്ന് പറഞ്ഞാൽ എന്തൊരു കളർ ഡ്രസ്സ് എടുക്കാനായിക്കോട്ടെ പോയിക്കോട്ടെ എന്തൊരു കളറാണെങ്കിലും അവന് പച്ചനോട് ഒരു കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാക്കു എന്നോട് പറഞ്ഞു എപ്പോഴും അതിന് പച്ച മേടിച്ചു കൊടുത്ത് ഈ പച്ച മാത്രമേ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അവന് നീല തന്നെ എടുത്തു കേട്ടോ. എന്തായാലും നീല ഇപ്പോൾ ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കളർ എന്നാണല്ലോ ഇപ്പോൾ പൊതുവേ പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് കണ്ണിൽ ഇഷ്ടമാവുക അത്രയേ ഉള്ളൂ കേട്ടോ. മോന് നല്ല നോക്കൂട്ടോ അങ്ങനെയൊക്കെ. ചുവപ്പ് അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനത്തെ കൊടുത്താൽ പറയാം അയ്യോ ഇത് അൻശര പറയെടുത്തിട്ട് അൻശര ഉപയോഗിക്കുന്ന കളറാണ് ഇൻ്റെതല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നീലയായിട്ടോ മേടിച്ചത്. പിന്നെ ഇനിയിപ്പോൾ രണ്ടാൾക്കൊരു പ്രശ്നവും വേണ്ടാന്ന് വിചാരിച്ചു. കാരണം മച്ചു ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വണ്ടി കണ്ട അവൻ കരിയും, ആ വണ്ടി കണ്ട ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എബ്ബൻ്റെതാണ് രസം എന്നൊക്കെ പറയുന്നത് വെച്ചിട്ട് രണ്ടുപേർക്കും നീല തന്നെ മേടിച്ചിട്ടോ. ഇനിയിപ്പോൾ രണ്ടാൾക്കൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് നമ്മൾ 2 വണ്ടിയും പോയിട്ട് ഗോഡൗണിൽ തന്നെ ആയിട്ട് അവർ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് പീസ് ഉണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് അവർ നേരാക്കുന്ന സ്ഥലം കുറച്ചും ഫ്രണ്ടിലായിട്ടാണ് മെയിൻ റോഡുമേ. പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടിയുടെ എന്താ പറയുക ചക്രങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗോഡൗണിൽ അങ്ങനെ വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ശരിയാക്കും. അങ്ങനത്തെ ഒക്കെ ഇവിടുന്ന് ചെയ്തു തന്നു കേട്ടോ. മോനുവിൻ്റെ സൈക്കിൾ മേടിക്കാൻ പോകുമ്പോൾ മോനുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോനുവിന് എപ്പോഴും സൈക്കിൾ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ അറിയാതെ ഒരു ദിവസം കൊടുക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ അവന് കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പുറകെ കൊടുത്തിട്ടുണ്ട്. ഞാനും മച്ചും കൂടെ മോനുവിനെ കൊണ്ടുവരാൻ വന്നിട്ടാണ് അല്ലേ. ആരെ കൊണ്ടുവരാനാ വന്നിക്കണേ? മോനു എടുക്ക പോയി ഉക്കൂള് പോയി. എടുക്ക പോയി മോനിപ്പോൾ വരും അല്ലേ. ഇത് ആരെ വണ്ടിയാ വരുന്നത്? മോനു ഗാഡി ആലി പറഞ്ഞ മോനു വന്നു. മോനു ഗാഡി ആലി പറഞ്ഞ
മോനുവിൻ്റെ ബയ്യയുടെ മോനുവിനെ ആക്കി തരുന്നുണ്ട്. മോനുവിൻ്റെ ഫുൾ ഡ്യൂട്ടി പോലെയാണ്. കൊണ്ടല്, കൊണ്ടാക്കൽ, ടിഫിന് പിടിക്കൽ മൊത്തം. വേഗം പോരി, ആ കടിക്കണ നായാണ് എൻ്റെ പിന്നിൽ. വേഗം വാ, ആ നായ വരും. ഓടല്ലേ, പതുക്കോട് മോനു. മോനോ സർപ്രൈസ് സാധനമാണോ? എന്താ സർപ്രൈസ് ആയിട്ട് നമുക്ക് വേണ്ട? സൈക്കിളോ? സൈക്കിള് ഇപ്പൊ നടക്കൂല. സൈക്കിള് പിന്നെ മേടിച്ചു തരാം. ആ ഷെഡിൽ എന്താ നടക്കണ്? മച്ചുവിന്റെ വേറെയാണ്, മച്ചുവിന്റെ വേറെ, മോനുവിൻ്റെയാണ്. കളർ ഇഷ്ടപ്പെട്ടോ മോനു? സൈക്കിൾ ഇഷ്ടപ്പെട്ടോ?